ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം വരുന്ന എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഭാമയാണല്ലോ ശ്രുതിയെ ചന്ദ്രമതിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞ് കാലി പൂണ്ട് നമ്മുടെ ചന്ദ്രമതി നേരെ ഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ചന്ദ്രമതിയാണേൽ ഭാമയുടെ വീട്ടിൽ ചെന്നിട്ട് ഭാമയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയിൽ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഭാമ ഇറങ്ങി വരുന്നുണ്ട്. ആഹാ ചന്ദ്രയോ, ഒരുപാട് ദിവസമായില്ലേ കണ്ടിട്ട്, നീ കയറി വാ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. ഓ, അവിടുത്തെ വിശേഷങ്ങളൊന്നും പറയാതിരിക്കുന്നതാണല്ലോ നല്ലത്. അവിടെ എൻ്റെ സുഖവും സന്തോഷങ്ങളും ഒക്കെ ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് നീ ഒരുത്തി അങ്ങോട്ട് കെട്ടി അയച്ചായിരുന്നല്ലോ, അതേക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഒച്ചയിടാണ് കേട്ടോ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ നീ എന്തിനാ ഈ കിടന്ന് ബഹളം വെക്കുന്നത്, അതിനുവേണ്ടി ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചെന്നോ, നിനക്കിതൊന്നും ഇതുവരെ അറിയില്ലേ? നീ ഒരുത്തിയെ അങ്ങോട്ട് അയച്ചില്ലേ, ഒരു പാർലർക്കാരിയെ. നീയല്ലേ അവളെ എനിക്ക് വലിയ കോടീശ്വരിയാണ്, മലേഷ്യക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നത്. എൻ്റെ കുടുംബം ഇപ്പോൾ രണ്ടാക്കി പിളർത്തിയതിന് ശേഷം അവള് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അഭിമാനവും സന്തോഷവും ഞങ്ങളുടെ കുടുംബത്തിലെ മാനവും മര്യാദയും എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് നമ്മുടെ ഭാമയോട്. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, നോക്ക് ചന്ദ്രേ, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ നീ അറിയാ, എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചിട്ട് ചന്ദ്രൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടോ. ഓ, അല്ലെങ്കിലും എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നാട്ടിലൊക്കെ പാട്ടാണല്ലോ അല്ലേ, പിന്നെ നീ എങ്ങനെയാ അറിയാതിരിക്കുന്നത്, പിന്നെ നീ എന്താ അറിഞ്ഞെന്നൊക്കെ പറയണേ. അപ്പോഴേക്കും ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് ഭാമ പറയുമ്പോഴേക്കും ചന്ദ്രമതിക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഓ, നീ അറിഞ്ഞോ, അപ്പോ നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവളെ എൻ്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് അയച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ഭാമ അപ്പോൾ പറയുന്നുണ്ട്, ദേ നോക്ക് ചന്ദ്രേ, ഞാനൊരു കാര്യം പറയാം. ശ്രുതിയെ പരിചയപ്പെടുത്തി തന്നത് ഞാൻ തന്നെയാണ് എന്ന് കരുതിയിട്ട് നിന്നോട് ഞാൻ പറഞ്ഞോ നിന്റെ മകനെ പെണ്ണാലോചിക്കാനും നിന്റെ മരുമകളായിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് ശ്രുതിയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞപ്പോൾ നീയാണ് കണ്ണു മഞ്ഞളിച്ച് അവളെ നിന്റെ മരുമകളായിട്ട് കൊണ്ടുപോയത്. എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ എനിക്കായെന്നൊക്കെ ചോദിച്ചിട്ട് ഭാമ നന്നായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതിയും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. നീ തന്നെയാണ്, നീ അറിഞ്ഞുകൊണ്ടാണ് ആ മലേഷ്യക്കാരിയാണെന്നും പറഞ്ഞിട്ട് ആ രണ്ടാം കെട്ടുകാരിയെ എൻ്റെ മകൻ്റെ തലയിൽ കുത്തിവെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഒച്ചയിടാണ്. ഭാമേ, നീയല്ലേ പറഞ്ഞത് അവളുടെ അച്ഛൻ മലേഷ്യയിലെ വലിയ കോടീശ്വരനാണെന്നൊക്കെ? അത് ശരി ചന്ദ്രൻ, നീ നോക്ക്, നീ തന്നെ ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞു അവളുടെ അച്ഛൻ മലേഷ്യക്കാരനാണെന്നുള്ള ആ ഒറ്റ കോടീശ്വരനാണെന്നുള്ള ഒറ്റ വാക്കിന്റെ പുറത്ത് നിന്റെ അത്യാഗ്രഹം മൂത്താണ് അവളെ നീ മരുമകളായി കൊണ്ടുപോയത്. എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ എൻ്റെ തലയിലേക്ക് വെക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭാമ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ഭാമേ, നീ എനിക്ക് അവളെ പരിചയപ്പെടുത്തി തന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൾ എൻ്റെ മരുമകളായിട്ട് വരില്ലായിരുന്നല്ലോ. അപ്പോൾ നീ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പറയാനേ. ഈ സമയവും ചന്ദ്രമതി എന്തിനാണ് വീട്ടിലേക്ക് വന്നതെന്ന് ഭാമയോട് പറയുന്നില്ലല്ലോ. ഭാമ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, നീ ഇപ്പോൾ വന്ന കാര്യം എന്താണെന്ന് പറയും. അത് ഞാൻ പറയാം. പിന്നെ ആ പാർലർക്കാരി ഉണ്ടല്ലോ, അവളുടെ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് നീ തന്നെയാണ്. അവളെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കണം. അവള് ഈ ഭാഗത്തെങ്ങും അവളെൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കയറി വരാൻ പാടില്ല. അവള് ഈ നാട്ടിലുള്ളിടത്തോളം കാലം എല്ലാവരും കാണുമ്പോൾ ഞങ്ങളുടെ മാനവും മര്യാദയും പൊക്കോണ്ടേയിരിക്കും. അതുകൊണ്ട് നീ തന്നെ അവളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം എന്ന് പറയാനേ. അപ്പോഴേക്കും ഭാമ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, നീ എന്താ പറയുന്നത്? ഞാനിപ്പോൾ അവളെ എങ്ങനെയാ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുന്നത്? എന്തായാലും നീ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ നീ പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ നിന്റെ നാശത്തിന് വേണ്ടിയിട്ട് ആരെയും പരിചയപ്പെടുത്തി തന്നിട്ടുമില്ല. പിന്നെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ ഫ്രണ്ടും കുടുംബവും നന്നായിരിക്കണമെന്നാ. ആ ഒറ്റ ഉദ്ദേശത്തിന് പുറത്തെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തിട്ടുള്ളൂ. എന്നാൽ നീ എന്നോട് ചെയ്തത് അങ്ങനെയൊന്നും അല്ലല്ലോ.
നീ എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റിയില്ലേ എന്ന് ചോദിച്ചിട്ട് ചെറിയൊരു കുത്തും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രക്കിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഭാമിയുടെ മകനെ ചന്ദ്രമതി വിളിച്ചിട്ട് ഭാമിയുടെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വലിയൊരു ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് മകൻ അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. ആ ഒരു എപ്പിസോഡൊക്കെ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അത് അപ്പോൾ നമ്മുടെ ഭാമി ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് പെട്ടെന്ന്. ചന്ദ്രമതിയാണെങ്കിൽ വീണ്ടും വീണ്ടും എനിക്കൊന്നും അറിയണ്ട, ശ്രുതിയെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കണമെന്നും പറഞ്ഞിട്ട് ഭാമയോട് ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഒരു ഭാമയുടെ ഫ്രണ്ടും കൂടി അവരുടെ കൂടെയുണ്ട്. ആ ഫ്രണ്ട് പറയുന്നുണ്ട്, ചന്ദ്രൻ നീ എന്തായാലും പറയുന്നതിനകത്ത് ഒരു ന്യായവും ഇല്ല. നിന്റെ മരുമകളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് ഭാമ എന്ത് ചെയ്തു? ഭാമ എന്താണെങ്കിലും നിന്നെ ഒരുപാട് പേരെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നാൽ അവളെ പരിചയപ്പെടുത്തിയ ഉടനെ വിവാഹം വരെ എത്തിച്ചതും നിന്റെ മകനെ ഭാര്യയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയതും എല്ലാം നീ തന്നെയാണ്. പിന്നെ ഇപ്പോ ഭാമിനെ എന്തിനാണ് നീ വെറുതെ കുറ്റം പറയുന്നത്? എന്തായാലും അവളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് ഭാമിക്ക് കഴിയേയില്ല. ആ ഒരു കുറ്റം നീ ഭാമിയുടെ തലയിൽ കെട്ടിവെക്കുകയും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഭാമിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ ഭാമേ നീ ആളെ വെച്ചിട്ട് മനുഷ്യനെ കളിയാക്കുവാണെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോന്നേ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാമയുടെ അടുത്ത് വന്നിട്ടല്ല വഴക്കുണ്ടാക്കേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് കോർട്ടിലേക്കോ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ പോകണമെന്ന് ആ ഫ്രണ്ട് പറയുന്നുണ്ട്. ഇതോടെ കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ദേ ഭാമേ, ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതിന് പരിഹാരം കാണേണ്ടത് നീ തന്നെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇതിനൊരു പരിഹാരം കാണാതെ നിന്നെ ഞാൻ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. പിന്നെ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എന്നെ കളിയാക്കുകയാണല്ലേ. ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഭാമയെ വീണ്ടും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഇപ്പോഴും നിന്റെ ഒരു വിരൽ ചൂണ്ടി എന്നെയാണ് കുറ്റം പറയുന്നത്. എന്നാൽ ഈ സമയം 4 വിരലുകളും നീ നിന്നിലേക്ക് തന്നെയാണ് ചൂണ്ടുന്നത്. നീ ആദ്യം നിന്റെ തെറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ പ്രശ്നത്തിനെല്ലാം പരിഹാരം ഉണ്ടാവും. ഒരിക്കലും മലേഷ്യക്കാരൻ്റെ മകളെ വിവാഹം കഴിക്കാനായിട്ട് ഞാൻ നിന്റെ മകനോട് പറഞ്ഞില്ലല്ലോ. പണത്തിന് ആർത്തിമൂത്ത് നീ നിന്റെ മകനെ ആർക്കെങ്കിലുമൊക്കെ കെട്ടിച്ചു കൊടുത്തിട്ട് അതിന് പ്രശ്നപരിഹാരം കാണേണ്ടത് ഞാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് പോലും അറിയില്ല. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുന്ന കാണുമ്പോഴേക്കും ഭാമ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ചന്ദ്രേ നീ എന്തായാലും ഇപ്പൊ നല്ല ദേഷ്യത്തിലാണുള്ളത്. ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്തായാലും ഇത് നിന്റെ മകന്റെ ജീവിതത്തെ കൂടി ബാധിക്കുന്ന കാര്യമാണല്ലോ എന്നിങ്ങനെ പറയാനേ. അപ്പോഴേക്ക് ചന്ദ്രമതി തിരിഞ്ഞു വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇത് എൻ്റെ മകനെ ബാധിക്കുന്ന കാര്യമാണെന്ന് നല്ല ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ എൻ്റെ മകന്റെ നല്ലതും ചീത്തയൊന്നും എന്തായാലും നീ പറയാൻ നിൽക്കണ്ട. ഇനി എന്തായാലും ഇതിന് പരിഹാരം കാണാനായിട്ട് എനിക്കറിയാം. നീ ഈ ഭാഗത്തേക്ക് പോലും, ഞാൻ നിന്റെ വീടിന്റെ ഭാഗത്തേക്ക് പോലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ. ശ്രുതി വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ റൂമിനകത്ത് തന്നെ ഇരിപ്പാണ്. ഈ ഒരു അവസ്ഥ കാണുമ്പോഴേക്ക് ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. ശ്രുതിക്ക് ഇനി എന്താവും എന്ന് ഓർത്തിട്ട് അങ്ങനെ ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താടാ നീ ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാത്തത്? നീ ഇപ്പോഴും അവളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാമേ? എനിക്ക് അവളെ അങ്ങനെ എങ്ങും മറക്കാൻ കഴിയുമോ? ഈ 2 വർഷം ഞാൻ എൻ്റെ ജീവനേക്കാളും അവളെ സ്നേഹിച്ച് വിശ്വസിച്ചില്ലേ? അവളെന്നിട്ടിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി അങ്ങ് കരയാണേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ ഇതെല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ്. അവളെക്കുറിച്ച് ആരാണ് എന്താണെന്നറിയാതെ എൻ്റെ മോന് വേണ്ടി വിവാഹം ആലോചിച്ചത് ഞാനാണ്. എന്തായാലും ആ തെറ്റ് അമ്മ സമ്മതിക്കുന്നു. എന്തായാലും എൻ്റെ മോന് അതൊന്ന് ക്ഷമിച്ചു കളാം.
അവളെ എന്നേക്കുമായിട്ട് മറന്നു കളഞ്ഞേരെ. അവളെക്കാളും നല്ലൊരു പെണ്ണിനെ തന്നെ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കണ്ടെത്തി തരും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് സുധിയോട് പറയുന്നുണ്ട്, നീ എന്തായാലും ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കാതെ ആ ഹോളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി കുറച്ചു നേരം അപ്പുറത്ത് പോയിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സുധി പുറത്തേക്കൊന്നും വരാനായിട്ട് കൂട്ടാക്കുന്നില്ല. വേണ്ടമ്മേ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ നിർബന്ധിച്ച് തന്നെ സുധിയെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന് ഹാളിൽ ഇരുത്തുന്നുണ്ട് കേട്ടോ. ഈ സമയം പുറത്തു പോയിട്ട് രവിയാണെങ്കിൽ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോഴേക്ക് സുധിയെ ഇങ്ങനെ നോക്കിയിട്ട് രവിക്കും സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി പോയിട്ട് പറയുന്നുണ്ട്, രവിയേട്ടാ, എനിക്ക് രവിയേട്ടനോടൊന്ന് കുറച്ച് സംസാരിക്കണം. എന്താന്ന് വെച്ചാൽ പറഞ്ഞോ ചന്ദ്രൻ. അല്ല രവിയേട്ടാ, രവിയേട്ടനെ അറിയാവുന്ന അഡ്വക്കേറ്റ് വല്ലതും ഉണ്ടോ? എന്താ ചന്ദ്ര ഇപ്പൊ കാര്യം? അത് സുധിയുടെ കാര്യം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാ. അവൾ ഇനി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് അറുത്തു മാറ്റണം. അതിന് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഡിവോഴ്സ് ഒപ്പിക്കലാണെന്ന് പറയുകയാണേ. രവിയേട്ടാ, എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ടില്ലേ രവിയേട്ടൻ? അവൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. രവിയേട്ടന് അവനോട് സ്നേഹം ഇല്ലേ? രവിയേട്ടന് ഒരു വിഷമവും തോന്നുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, എനിക്ക് അവനോട് സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ നീ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ഒരാളോട് മാത്രം പ്രത്യേകമായിട്ട് സ്നേഹം കാണിച്ചുകൊണ്ട് നടക്കാനൊന്നും എനിക്കറിയില്ല. എനിക്ക് എൻ്റെ 3 മക്കളും തുല്യരാണ്. 3 മക്കൾ മാത്രമല്ല, ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമക്കളും എനിക്ക് തുല്യരാണെന്ന് പറയാനേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ടാ, അവനെ നോക്ക്. അവൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് എന്തായാലും എനിക്ക് ഇനി വെറുതെ ഇരിക്കാൻ കഴിയില്ല. ആദ്യം ചെയ്യാൻ പോകേണ്ടത് ആ പാർലർക്കാരിയിൽ നിന്ന് എൻ്റെ മകനെ ആദ്യം രക്ഷിക്കുക എന്നുള്ളതാണെന്നേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്രൻ, നീ ഒന്ന് ആദ്യം അടങ്ങ്. ഒന്നും എടുത്തു ചാടി തീരുമാനം എടുക്കാൻ പാടില്ല. ഒന്ന് സമാധാനമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി അതൊന്നും കേൾക്കുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും ചന്ദ്രമതി അടങ്ങുന്നില്ല എന്ന് രവിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്രൻ, ഇനിയെങ്കിലും നീ സ്വയം ഒന്ന് നിന്നെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. നിന്റെ ഈ എടുത്തുചാട്ടവും പണത്തിനോടുള്ള ആർത്തിയുമാണ് നിന്റെ മകന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞത്. എന്തായാലും നീ ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടെന്നും പറഞ്ഞിട്ട് രവി അകത്തേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്കും ഇനി രവിയോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. എൻ്റെ മകന്റെ കാര്യത്തിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് നമ്മുടെ മഹിമയുണ്ടല്ലോ, വർഷയുടെ അമ്മ, അവര് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ മഹിമയെ കാണുമ്പോഴേക്കും വാ മഹിമയെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി പെട്ടെന്ന് പോയിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് മഹിമ പറയുന്നുണ്ട്, അതെ, ഞാൻ നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല, ഇവിടെ വന്ന് ഇരിക്കാനും വന്നതല്ല, ഒരു കാര്യം പറഞ്ഞിട്ട് പോവാന്ന് കരുതി വന്നതാ. പിന്നെ ഞങ്ങള് നിങ്ങളുടെ ബന്ധുക്കളാണെന്ന് നിങ്ങൾ പുറത്തൊന്നും പോയി പറഞ്ഞേക്കല്ലെന്ന് പറയണേ. അതെന്താ മഹിമേ നീ അങ്ങനെ പറഞ്ഞത്? അതെ, പിന്നല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോഴേക്കും ശ്രുതിയുടെ കാര്യമാണ് എന്ന് പറയുമ്പോഴേക്കും അപ്പം മഹിമ പറയുന്നുണ്ട്, അതെ, ശ്രുതി അങ്ങനെയല്ലല്ലോ അവളുടെ പേര്, വേറെന്തോ അല്ലേ എന്ന് ചോദിക്കാനേ. അപ്പോഴേക്ക് ചന്ദ്രമതി ആകെ ഇങ്ങനെ മടിച്ചിട്ട് കല്യാണിന്ന് ഇങ്ങനെ പറയാനേ. ഓ, കല്യാണി, അത് തന്നെ, അവള് മലേഷ്യക്കാരിയല്ല, അവള് ശ്രുതിയുമല്ല അല്ലേ? എന്നിട്ടിപ്പോ അവള് പോരാത്തതിന് ഒന്ന് പ്രസവിച്ചതുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിങ്ങനെ പുച്ഛിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഈ കുടുംബത്തിന്റെ പേര് തന്നെ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കും കൂടി ഇപ്പൊ നാണക്കേടാവുന്നു. എന്തൊരു അപമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ഇങ്ങനെ പറയുകയാണേ. എന്നിട്ട് മഹിമ പറയുന്നുണ്ട്, എന്തായാലും ഊരും പേരും അറിയാത്തതിനെയൊക്കെ വിളിച്ചിട്ടാണോ നിങ്ങൾ മരുമകളാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നെന്ന് ചോദിക്കുകയാണേ. ചന്ദ്രമതിയാണെങ്കിൽ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മഹിമേ, അവള് എല്ലാം കള്ളത്തരങ്ങളും പറഞ്ഞ് ഞങ്ങളെ കബളിപ്പിച്ചു എന്ന് പറയാനേ. അതെ, അവള് നിങ്ങളെ കബളിപ്പിച്ചതല്ല, നിങ്ങൾ പറ്റിക്കപ്പെട്ടതാണെന്ന് പറ. അവള് വലിയ മലേഷ്യക്കാരിയാണ്, അവൾക്ക് ഒരുപാട് കോടീശ്വരിയാണെന്ന് അറിഞ്ഞ ഉടനെ അവളുടെ ഊരും പേരും ഒന്നും അന്വേഷിക്കാതെ മകനെ പിടിച്ചങ്ങ് കെട്ടിച്ചു വിട്ടു. അത് നിങ്ങളുടെ അത്യാഗ്രഹം മൂലം ഉണ്ടായതാണ്. അതിനൊറ്റ കാരണം നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് ചന്ദ്രമതിക്കിട്ട് നന്നായിട്ട് മഹിമയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചന്ദ്രമതി ഇങ്ങനെ തലകുനിച്ച് മിണ്ടാതെ നിൽക്കുകയാണ്. മഹിമ പറയുന്നുണ്ട്, എന്തൊരു നാണക്കേടാണിത്. ഇപ്പോ ഈ കാര്യങ്ങളെല്ലാം പുറത്തറിഞ്ഞതിന് ശേഷം കുടുംബക്കാരും വീട്ടുകാരും എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ മരുമകന്റെ വീട്ടില് ഇങ്ങനെയുള്ളവരാണോ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ടാണ്. ഇതെല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് തന്നെ തൊലി ഉരിയുന്ന അവസ്ഥയാണ്. ഇതൊന്നും നിങ്ങൾക്കൊരു നാണക്കേടും തോന്നുന്നില്ലെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് മഹിമ പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ആത്മഹത്യ ചെയ്തേനെന്ന് പറയണേ. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ മഹിമേ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവളല്ലേ കള്ളത്തരങ്ങൾ മുഴുവൻ ചെയ്ത് ഞങ്ങളെ പറ്റിച്ചു കളഞ്ഞത്. പിന്നെ ഞങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത്? പിന്നല്ലാതെ നിങ്ങൾ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? ഒരു സാധാരണ പെണ്ണ് വന്നിട്ട് ഒരു കുടുംബത്തിലുള്ള ഇത്രയും പേരെയും പറ്റിച്ച് 2 വർഷക്കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചു, നിങ്ങളുടെ മകന്റെ ജീവിതവും നശിപ്പിച്ചു. എന്നിട്ട് നിങ്ങളല്ലാതെ പിന്നെ നിങ്ങളിനി നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ തലകുയർത്തി നോക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് മഹിമ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ മഹിമ, അവളും ഞങ്ങൾക്ക് നല്ലൊരു പാഠമാണ് തന്നിട്ട് പോയത്. എന്നാ മഹിമ പറയുന്നുണ്ട്, എന്തായാലും ആ കല്യാണി ആള് മോശക്കാരിയൊന്നുമല്ല, വലിയ കോടീശ്വരിയാണ്, പണക്കാരിയാണെന്നറിയുമ്പോൾ തന്നെ നിങ്ങൾ വീഴുമെന്നുള്ളത് അവൾ കറക്റ്റായിട്ട് അറിഞ്ഞു വെച്ചോണ്ടാണ് അവൾ ഇതിനൊരുങ്ങിയത്. എന്തായാലും നിന്റെ അത്യാഗ്രഹമാണ് ഇതിനെല്ലാം കാരണം. എന്തായാലും ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മകൾ ഈ കല്യാണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ പിന്തിരിപ്പിച്ചേനെ. പിന്നെ ഇപ്പോ ഞങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടി വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, അതെ, വർഷയുടെ അച്ഛനാണെങ്കിൽ ഈ വീട്ടിൽ താമസിക്കേണ്ട ശ്രീകാന്തിനെയും വർഷയും കൂട്ടിക്കൊണ്ടുപോകാന്നും പറഞ്ഞാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ മകൾക്ക് ഇതൊക്കെ പറഞ്ഞ് തലയിലേക്ക് കയറണ്ടേ? ഈ നാണംകെട്ട വീട്ടില് ജീവിക്കാനായിരിക്കും എൻ്റെ മകളുടെ തലയിലെഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ ഇങ്ങനെ ചന്ദ്രമതിനെ ഇങ്ങനെ വറുത്ത് കോരുവാട്ടോ. ഈ സമയം നമ്മുടെ രവിയാണെങ്കിൽ അപ്പുറത്തിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം മിണ്ടാതിരുന്നെങ്കിലും രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഹിമേ, നീ എന്തൊക്കെയാ പറയുന്നത്? അതിനു വേണ്ടി ഇപ്പോ എന്തേ ഇവിടെ നടന്നേന്ന് ചോദിക്കുകയാണേ. ഇതിൽ കൂടുതൽ ഇനി എന്ത് നടക്കാനാ രവിയേട്ടാന്ന് മഹിമ ചോദിക്കുന്നുണ്ടേ. അതെ, മഹിമ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, പ്രശ്നങ്ങളില്ലാത്ത കുടുംബവും ഇല്ല. എന്നാ മഹിമ പറയുന്നുണ്ട്, രവിയേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്, പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. എന്നാൽ ഇതുപോലൊരു പ്രശ്നം ഒരു കുടുംബത്തിലും ഉണ്ടാവില്ലെന്ന് പറയാനേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, മഹിമേ, ഇതിനു വേണ്ടി എന്ത് പ്രശ്നമാണ് ഇവിടെ ഉള്ളത്? ശ്രുതിയാണെങ്കിൽ നേരത്തെ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു, അത് മറച്ചു വെച്ച് എൻ്റെ മകന് വിവാഹം കഴിച്ചു. അത് തെറ്റ് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ കൂടി അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ ഇത്. പിന്നെ ഇതിന്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് നാണം കെടുന്നത്? ഞങ്ങൾ എന്തിനാണ് ഇതിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്നത്? ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് പറയാനേ. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, അതെങ്ങനെയാ രവിയേട്ടാ ശരിയാവുന്നത്? എൻ്റെ മകളെ ഞങ്ങൾ ഈ വീട്ടിലേക്കല്ലേ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുത്തെ നാണക്കേടും അപമാനവും ഒക്കെ ഞങ്ങളും കൂടി ചോദ്യം ചെയ്യപ്പെടുകയില്ലെന്ന് ചോദിക്കുന്നുണ്ടേ. രവിയപ്പ പറയുന്നുണ്ട്, ദേ നോക്കു മഹിമേ, സ്വന്തവും ബന്ധമൊക്കെ എപ്പോഴും നല്ലത് തന്നെയാണ്. എന്നാൽ അത് ഒരു ആപത്ത് വരുമ്പോഴാണ് അവർ താങ്ങായിട്ട് നിൽക്കേണ്ടവരാണ്, അല്ലാതെ ഇങ്ങനെ താങ്ങാൻ വരുന്നവരല്ലെന്ന് പറയാനേ. അപ്പോഴേക്കും ഇത് മഹിമ ചോദിക്കുന്നുണ്ടോ? ഓ, അപ്പൊ രവിയേട്ടൻ പറഞ്ഞു വരുന്നത് ഇത് നിങ്ങളെ ഇത് കണ്ടിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണോ? അതൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ മകളോടാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്, അല്ലാതെ ഞങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് രവി ഇങ്ങനെ തീർത്ത് പറയുന്നുണ്ട്. മഹിമ അപ്പോൾ പറയുന്നുണ്ട്, ഓ, എന്താണേലും എത്രയൊക്കെ മാനം പോയാലും നാക്കിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ തന്നെ നാവിൻ്റെ നീളം ഇങ്ങനെയാണ്, എന്തെല്ലാം പറഞ്ഞ് പിടിച്ചു നിന്നോളും. ഇതൊന്നും പറഞ്ഞാലേ എൻ്റെ മൂക്ക് മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ഇങ്ങനെ പറയാണേ. അപ്പോഴേക്കും രവിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേ മഹിമേ, മതി, നിർത്തിക്കോ, മാനോ അഭിമാനോ ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം.
ഞങ്ങളുടെ അഭിമാനത്തിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. പിന്നെ നിങ്ങളുടെ മകൾക്ക് ഇവിടെ ജീവിക്കണോ വേണ്ടിയോ എന്ന് നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് രവി നിർത്തുകയാണേ. അപ്പോഴേക്കും പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി, ഞാനിപ്പോ പോവാണെന്നും പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണേ. മഹിമ പോയി കഴിയുമ്പോഴേക്ക് ചന്ദ്രമതി ആണെങ്കിൽ അങ്ങ് വല്ലാണ്ടായിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ രവിയേട്ടാ, ഇവള് വരെ ഈ വീട്ടിൽ വന്ന് വിളിച്ച് പറയുന്നത്, ഇനി നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ തലയുയർത്തി നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ആണെങ്കിൽ സുധിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. സുധി ഹോളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണേ. ചന്ദ്രമതിയെ കൂടി കാണുമ്പോഴേക്കും സുധി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് റൂമിൽ അങ്ങ് ലോക്ക് ആക്കുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡുകളിൽ എന്താണ് വരുന്നതെന്ന് കാത്തിരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.